ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ആരുടെയും ലൈഫിൽ നല്ലതല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ നമ്മളെ പല രീതിയിലും അത് ബാധിക്കാറുണ്ട്. ഇപ്പോൾ ഹെൽത്ത് പരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഓവർ തിങ്കിങ് കൊണ്ട് വരാറുണ്ട്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് നമ്മുടെ ഓവർ തിങ്കിങ് ബാധിക്കുക, എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഓവർ തിങ്കിങ് കൊണ്ട് ഉണ്ടാവുക, അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ ഓവർ തിങ്കിങ് എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഇതൊരു വലിയ പ്രശ്നം എന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഒരു അസുഖം അങ്ങനെയൊന്നുമല്ല. ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് മിക്ക ആളുകൾക്കും വരുന്ന കാര്യമാണ്. പക്ഷേ ഇത് കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓവർ തിങ്കിങ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതും റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം, ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ വലിയ പ്രശ്നമാക്കിയിട്ട് മാറ്റും എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കൊരു മെസ്സേജ് അയച്ചു എന്ന് വിചാരിക്കാം. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവനിപ്പം എന്നെ ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ എന്തെനിക്ക് റിപ്ലൈ തരാത്തത് എന്നുള്ള ഒരു സംഭവം നമ്മളവിടെ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. മേ ബി അവിടെ ശരിക്കുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ അവർക്ക് ക്ഷീണം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ തിരക്ക് കൊണ്ടോ മറ്റോ ആയിരിക്കും റിപ്ലൈ തരാൻ പറ്റാതിരിക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ അത് ചിന്തിക്കില്ല. ആദ്യം നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മൾ പിന്നീട് അവർ റിപ്ലൈ തരുന്നത് വരെ, അതല്ലെങ്കിൽ എന്തുകൊണ്ട് റിപ്ലൈ തരാൻ ലേറ്റ് ആയി എന്നുള്ളതിൻ്റെ ആ ഒരു ഉത്തരം കിട്ടുന്നത് വരെ ഈ നെഗറ്റീവായ ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓവർ തിങ്കിങ് കൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചെറിയ കാര്യമായിരിക്കാം, നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്, അതുപോലും നമ്മൾ വലിയൊരു പ്രശ്നമാക്കിയിട്ട് പിന്നീട് മാറ്റേണ്ടി വരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. വീണ്ടും നമ്മൾ മെസ്സേജ് അയച്ചിട്ട് അവർ നോക്കുന്നില്ല, ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് തീരെ ഇഷ്ടമല്ലേ, മറ്റാരോടൊക്കെയോ ഇഷ്ടമുണ്ട് എന്നുള്ളതൊക്കെ. ഇനി അഥവാ നമുക്ക് റിപ്ലൈ തരാണ്ട് ഓൺലൈനിലുണ്ടെങ്കിൽ അത് മതി, തീർന്ന്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ ആൻസർ കിട്ടുന്നതാണ്. പക്ഷെ അതിന് മുന്നേ നമ്മൾ കുറേ ചിന്തിച്ച് കൂട്ടും എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ വലുതാക്കി മാറ്റാനായിട്ട് ഓവർ തിങ്കിങ് എന്തായാലും കാരണമാവും. രണ്ടാമത്തെ കാര്യം, വിശ്വാസം കുറയ്ക്കും എന്നുള്ളതാണ്. അതായത് നിരന്തരമായിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ, ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പാർട്ട്ണറോടുള്ള ഇഷ്ടം കുറഞ്ഞു പോകും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മെസ്സേജിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അവരെ സംശയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടോ, ഈ കാര്യം നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ അവരെ സംശയിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പം നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ വിളിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് പ്രശ്നമാക്കി മാറ്റും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മിണ്ടാതിരിക്കും, ദേഷ്യം കാണിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ, അപ്പോൾ ചെറിയ രീതിയിൽ എന്നെ സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരുടെ പാർട്ട്ണർ അവരെ സംശയിക്കുന്നു എന്ന് വരുമ്പോൾ അവർക്കൊരിക്കലും നിങ്ങളെ അംഗീകരിക്കാൻ പറ്റണമെന്നില്ല. അത് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിട്ട് അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള വിശ്വാസവും കുറയും. അതായത് എൻ്റെ പാർട്ട്ണർ എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല, എന്നെ അംഗീകരിക്കുന്നില്ല എന്നൊരു ചിന്ത വരുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള വിശ്വാസം കുറയും. നിങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസം ഓൾറെഡി കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓവർ തിങ്കിങ് തന്നെയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, അനാവശ്യമായ വഴക്കുകൾ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടിയിട്ട് അവിടെ പുതിയ പുതിയ വഴക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അവരുടെ ലൈഫിൽ സംഭവിക്കാത്ത എന്തെങ്കിലും കാര്യമായിരിക്കാം, പക്ഷെ നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറേ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും, ഇങ്ങനെ കുറേ സങ്കല്പങ്ങൾ വെച്ച് നിങ്ങൾ പെരുമാറും എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ലൈഫിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ അവർക്ക് ഒരു എക്സ് ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു വിചാരിക്കാം. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ, പക്ഷെ എന്നാലും നിങ്ങൾ കുറച്ചുകൂടി ചിന്തിച്ചു കൂട്ടും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവോ, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവോ, എന്നെക്കാളും കൂടുതൽ ഇഷ്ടം അവളോടായിരുന്നിരിക്കുമോ, ഇപ്പോഴും അവർ മെസ്സേജ് അയക്കുന്നുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ച് കൂട്ടുകയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാവണം എന്നില്ല. അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമാക്കി അവിടെ മാറ്റുകയാണ് ചെയ്യുക. പ്രത്യേകിച്ച് വേറെ ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഓവർ തിങ്കിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുക തെറ്റായ കാര്യങ്ങളായിരിക്കും. ഒരിക്കലും നല്ല കാര്യങ്ങൾ നമ്മളോട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരേ സമയം നമുക്ക് തോന്നും, ഇപ്പോൾ തെറ്റായ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഇപ്പുറത്ത് നമുക്ക് തോന്നും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, അവർക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വിളിക്കാത്ത ക്ഷീണം കൊണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ ഇപ്പുറത്ത് പറ്റും. പക്ഷെ എന്നാലും കൂടുതലായിട്ടും നമ്മളുടെ ഓവർ തിങ്കിങ് പോകുന്നത് നെഗറ്റീവായ രീതിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പോലും സങ്കല്പിച്ചുകൊണ്ട്, ഉണ്ടെന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ പുതിയ വഴക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ തെറ്റിദ്ധാരണകൾ കൂടുതലായിട്ട് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ആശയവിനിമയം
ഇവിടെ ചിലപ്പോൾ കുറവായിരിക്കും. അതായത് റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ കുറയുന്ന സമയത്താണ് നമ്മൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയും, നമ്മുടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് കുറേയൊക്കെ സംശയങ്ങൾ ഇല്ലാതെയാകും എന്നുള്ളതാണ്. പക്ഷെ അവരെക്കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു അറിവും നമുക്കില്ല. പരസ്പരം സാധാരണ നടന്ന കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി മാത്രമേ തോന്നുക. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, അവരുടെ ഇഷ്ടം എന്തൊക്കെയാണ്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നല്ലാതെ നമുക്ക് ചിലപ്പോൾ ഇത് അറിയാൻ പറ്റണമെന്നില്ല. കാരണം അവിടെ ആശയവിനിമയം ഇല്ല. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം, പരസ്പരം സംസാരിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ അവരോട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. കുറെ കാര്യങ്ങൾ ചോദിക്കാനുള്ളിൽ ഇങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചോദിക്കാതിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ കിടന്ന ഒരു പ്രശ്നം ഇങ്ങനെ വലുതാവുകയാണ്. അപ്പോൾ തെറ്റിദ്ധാരണകൾ കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. സത്യമായിട്ടുള്ള കാര്യത്തെക്കാൾ കൂടുതലായിട്ട് തെറ്റിദ്ധാരണകളാണ് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവുക. കുറേയധികം നിങ്ങൾ അവർ സംശയിക്കുന്നുണ്ടായിരിക്കും. കുറേയൊക്കെ നടക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ നടന്നു എന്ന് വിചാരിക്കും. മിസ്അണ്ടർസ്റ്റാൻഡിങ് നല്ല രീതിയിൽ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ തെറ്റിദ്ധാരണ കൂടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസികപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം എന്താണെന്നുള്ളത് അറിയാൻ പോലും പറ്റില്ല. കാരണം എപ്പോഴും നിങ്ങൾക്ക് ടെൻഷനായിരിക്കും. അവർക്ക് എന്നെ ഇഷ്ടമല്ലേ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ലേ, എന്നെക്കാൾ അവർക്ക് മറ്റാരുടെങ്കിലും ഇഷ്ടം ഉണ്ടാവുമോ, ഈ സംഭവം നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം പോലും ആസ്വദിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു സന്തോഷം എന്താണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ സ്നേഹം കിട്ടുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് ഓവർ തിങ്കിങ് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പോലും ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഓവർ തിങ്കിങ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് യഥാർത്ഥ പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പം നിങ്ങൾ തുറന്ന ആശയവിനിമയം നടത്തുക, നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓവർ തിങ്കിങ് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് മിക്ക ആളുകൾക്കും വരുന്നതാണ്. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിൽ നമുക്ക് ഉണ്ടാവും ഓവർ തിങ്കിങ്. പക്ഷേ നമുക്ക് തന്നെ കുറയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളെ കൊണ്ട് കുറയ്ക്കാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങൾക്കത് കുറയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്, കുറച്ചൊക്കെ ഒന്ന് സമാധാനം കിട്ടണമെന്നുണ്ട്, റിലേഷൻഷിപ്പിനകത്ത് മോശമായിട്ട് ബാധിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്